أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1028 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് വഹുവസ് സമീഉൽ അലീം. ബൽ ഖാലു അദ്ഗാഥു അഹ്ലാം ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇർ فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ടായിരുന്ന ആ സമൂഹത്തെ അവര് നേരിടാനിരിക്കുന്ന ഒരു അന്ത്യവിചാരണയുടെ സമയം അടുത്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരിക്കുന്ന ആ സന്ദർഭം, അതിനുള്ള അവസരം വളരെ സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ഉണർത്തുന്നത്. അവര് അശ്രദ്ധയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ജീവിത ദർശനത്തോട് പുറംതിരിഞ്ഞുകൊണ്ടൊക്കെയാണ് നിലകൊള്ളുന്നത്. പുതിയതായിട്ട് അവരിലേക്ക് ഓർമ്മപ്പെടുത്തലായി, ഉത്ബോധനമായിട്ട് എന്ത് എത്തുകയാണെങ്കിലും അതിനെ ഒരു കളിതമാശയായിട്ട് മാത്രമാണ് അവർ കേൾക്കുന്നത്. അവരുടെ ഹൃദയങ്ങള് മറ്റു പലതിലും, അവരുടെ മനസ്സുകള് മറ്റു പലതിലുമാണ്. അവര് പരസ്പരം രഹസ്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, ഇയാളൊരു വെറും സാധാരണ മനുഷ്യൻ മാത്രമാണല്ലോ, എന്നിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ആഭിചാരത്തിന്റെ ഇരകളാവുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം അയാള് ആളുകളെ എളുപ്പത്തിൽ വശീകരിച്ചു കളയുന്ന ഒരു ആഭിചാരകനാണ് എന്ന്. എന്നിട്ടും നിങ്ങൾ അയാൾക്ക് ഇരയായി കൊടുക്കുകയാണോ എന്നാണ് അവര് രഹസ്യമായി പരസ്പരം പറയുകയുണ്ടായത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോ അവരിൽ നിന്ന് കേൾക്കേണ്ടി വന്ന പലതരം ആക്ഷേപങ്ങളുണ്ട്. പല വിധത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും ഒക്കെ പലതുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി അവര് വ്യത്യസ്തമായ പല ആരോപണങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഉന്നയിക്കുകയുണ്ടായത്. ഒരിക്കൽ പറഞ്ഞ ആ ആരോപണത്തിൽ അവർ അവസാനം വരെ ഉറച്ചു നിൽക്കുക എന്നതല്ല,
ഒന്നു മാറി വ്യത്യസ്തമായ പല ആരോപണങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ആ ജീവിത ദർശനം ഉൾക്കൊള്ളുന്ന ആയാത്തുകൾ, ദൈവിക വെളിപ്പാടുകൾ, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ട് നിലകൊള്ളുകയാണ്. ഈ സംഗതിയെ എന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്? മുഹമ്മദ് അവകാശപ്പെടുന്നത് പോലെ ഇത് ദൈവിക വെളിപ്പാടായിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? മുഹമ്മദ് ഒരു കവിയായിട്ട് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? പൂർവിക സമൂഹങ്ങളിലെ പ്രഗത്ഭരായ കവികളുടെ ഭാവനാവിലാസങ്ങളായിരുന്ന പല കാര്യങ്ങളും മുഹമ്മദ് പുനരാവിഷ്കരിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണോ? അങ്ങനെയൊക്കെയാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മറ്റൊരു ആരോപണം മുഹമ്മദ് ഭ്രാന്തനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാന്ത്രികനാണ്, ആഭിചാരകനാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരണവിദ്യ ചെയ്തുകൊണ്ട് ജനങ്ങളെ വശീകരിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് മക്കയിലെ പ്രമാണിമാര് പരസ്പരം രഹസ്യമായിട്ട് പറയുകയുണ്ടായത്, ഇയാളൊരു സാധാരണ മനുഷ്യൻ മാത്രാണ്, സിഹ്ർ ചെയ്തുകൊണ്ട് ആളുകളെ വശീകരിക്കുന്നു, ആഭിചാരക്രിയയിലൂടെ അയാൾ ജനങ്ങളെ പാട്ടിലാക്കുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇയാളുടെ ഇരയായി മാറുകയാണോ? ഇയാളുടെ ആഭിചാരക്രിയക്ക് ചെന്ന് വീണു കൊടുക്കുകയാണോ എന്നാണ് അവർ പരസ്പരം രഹസ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില കാര്യങ്ങളാണ് തൊട്ടുടനെയുള്ള ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഈ ആക്ഷേപങ്ങളോട്, ആരോപണങ്ങളോട്, വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബി അഅലമു, എന്റെ നാഥൻ അറിയുന്നുണ്ട്, എന്റെ റബ്ബ് അറിയുന്നുണ്ട്. യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നടക്കുന്ന സംസാരവും ഭൂമിയിൽ നടക്കുന്ന സംസാരവും ഒക്കെ എന്റെ റബ്ബ് അറിയുന്നുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞ ആരോപണം ഉണ്ടല്ലോ, ഇയാൾ ഒരു വെറും മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, അയാൾ സിഹർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ അയാളുടെ സിഹറിന്, അയാളുടെ ആഭിചാരക്രിയക്ക് ഇരയാവുകയാണ്, അയാളുടെ വശീകരണത്തിൽ പെട്ടുപോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതും എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന് മറുപടി നൽകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനാവുന്നില്ല. കാരണം അത് ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം ജാലവിദ്യക്കാരനാണ്, മാരണം ചെയ്യുന്നവനാണ്, സാഹിറാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ജനങ്ങൾക്കത് അവരുടേതായ രീതിയിൽ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷേധിക്കാൻ പോകുന്നതിന് പകരം പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഞാന് എന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം നിലക്ക് ഇറങ്ങി പുറപ്പെട്ട് നിർവഹിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മേൽനോട്ടക്കാരനുണ്ട്. എന്റെ റബ്ബ് ഇതിന്റെ മേൽനോട്ടക്കാരനാണ്. അവന് ആകാശത്തിൽ നടക്കുന്നതും ഭൂമിയിൽ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സകല സംസാരങ്ങളും അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവൻ തീർച്ചയായിട്ടും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഇത് അറിയാൻ ഇടയാകുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും അനന്തരഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ കേൾക്കാതെ, അള്ളാഹു അറിയാതെ പറഞ്ഞു കളയാം എന്ന് കരുതണ്ട.
നിങ്ങൾ ഈ പറയുന്ന കാര്യവും തീർച്ചയായിട്ടും അല്ലാഹു അറിയുന്നുണ്ട്. റബ്ബി അലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർള്. എന്റെ റബ്ബ്, എന്റെ നാഥൻ ആകാശത്തിലും ഭൂമിയിലും നടക്കുന്ന ഖൗല്, സംസാരം, അത് അവൻ അറിയുന്നുണ്ട്. വഹുവ സമീഉൽ അലീം. തീർച്ചയായിട്ടും അവൻ സകലതും കേൾക്കുന്നവനും സർവജ്ഞനുമാണ്. എല്ലാം അറിയുന്നവനാണവൻ, എല്ലാം കേൾക്കുന്നവനുമാണ്. ഈ വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഞാനൊരു കവിയല്ല, ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ഞാനൊരു ആഭിചാരം ചെയ്യുന്ന ആളല്ല, അതുപോലെ ഞാനൊരു ശകുനം നോക്കുന്ന അല്ലെങ്കിൽ ശകുനം പറയുന്ന ആളല്ല. ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെനക്കെടുന്നില്ല. മറിച്ച് പറയുന്നത്, നിങ്ങള് അത് രഹസ്യമായിട്ടാണ് പറയുന്നതെങ്കിലും പരസ്യമായിട്ടാണ് പറയുന്നതെങ്കിലും അതൊക്കെ അറിയുന്നവനാണ് എന്റെ റബ്ബ്. ആകാശത്തിൽ നടക്കുന്നതായാലും ഭൂമിയിൽ നടക്കുന്നതായാലും ഒക്കെ അവൻ അറിയുന്നുണ്ട്. എല്ലാം കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമാണ് അവൻ. വഹുവ സമീഉൽ അലീം. സകലതും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമാണ് റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും അവന്റെ ശ്രദ്ധയിൽ പെടാതെ പോവുകയില്ല. നിങ്ങൾ വല്ല പ്രതികരണവും അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കാൻ അവസരം ഉണ്ടാകും. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ബൽ, എന്നാൽ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? ഖാലു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരുടെ പ്രതികരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ റബ്ബ് ആകാശത്തിലും ഭൂമിയിലും നടക്കുന്ന സകല സംഭാഷണങ്ങളും അറിയുന്നവനാകുന്നു, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അവൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഖാലു, അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അൽഗാസു അഹ്ലാമിൻ. ചില പാഴ് സ്വപ്നങ്ങളാണ് ഇതൊക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പാഴ് സ്വപ്നങ്ങളാണ്. ഒരു കവി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ പൂർവിക കവികളെ, പഴയ കാലത്ത് വലിയ സ്വാധീനം നേടിയിരുന്ന കവികളുടെ ആശയങ്ങളെ പുനരാഖ്യാനം ചെയ്യുന്ന ഒരു കവി എന്നുള്ള നിലക്ക് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ വെറും അൽഗാസു അഹ്ലാമാണ്. വ്യർത്ഥമായ, അർത്ഥശൂന്യമായ, ഫലശൂന്യമായ കിനാക്കള് മാത്രമാണ്, വെറും ദിവാസ്വപ്നങ്ങൾ. കവികൾ അങ്ങനെയാണല്ലോ, അവരുടെ മനസ്സുകളിൽ അവർ പലതും ആലോചിച്ച് സങ്കല്പിച്ചുണ്ടാക്കും, പലതും സ്വപ്നം കാണും, ആളുകളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ മായിക ലോകത്താണ് അവര് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഒരു മായിക ലോകമാണ് അവര് തങ്ങൾക്ക് ചുറ്റുമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. മുഹമ്മദും അത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ആളുകള് പ്രതികരിക്കുന്നത്. ബൽ ഖാലു അൽഗാസു അഹ്ലാം. ഈ അൽഗാസു അഹ്ലാമിൻ എന്ന പ്രയോഗം നമ്മൾ സൂറത്ത് യൂസുഫില് നേരത്തെ കാണുകയുണ്ടായിട്ടുള്ളതാണ്. യൂസുഫ് അലൈഹിസ്സലാം വ്യാഖ്യാനം ചെയ്യേണ്ടി വന്ന രാജാവിന്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈജിപ്തിലെ പല പ്രമുഖരായ ആളുകളും രാജാവിന്റെ സേവനത്തിൽ ഉണ്ടായിരുന്ന പല പ്രമുഖരും അതിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അൽഗാസു അഹ്ലാം. പാഴ് സ്വപ്നങ്ങൾ, അർത്ഥശൂന്യമായ, ഫലശൂന്യമായ സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് ഒരു സന്ദേശവും ഉൾക്കൊള്ളാത്ത അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെ കാണാനിടയാകുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ. അതാണ് അൽഗാസു അഹ്ലാം എന്നത് എന്ന് നമ്മൾ നേരത്തെ കാണുകയുണ്ടായിട്ടുള്ളതാണ്. അപ്പോ വളരെ കവികൾ ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നത് കാണാൻ. അവര് കവിതയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ ചെയ്യുന്നുണ്ടാവില്ല സ്വന്തം നിലക്ക്. അത് ഖുർആൻ തന്നെ സൂറത്തു ശുഅറയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവര് വലിയ വലിയ വായില് വലിയ തത്വങ്ങളും ആദർശമൊക്കെ പറയും.
പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ പോലും അവര് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതായിരിക്കും അവരുടെ നിലപാട്. എന്നാലോ ആളുകളെ എളുപ്പം വശീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള വലിയ വലിയ വായിൽ കൊള്ളാത്ത ആശയങ്ങൾ അതിന്റെ ഒരു വിഷ്വൽ രൂപമായിട്ടുള്ള അതിന്റെ ഒരു വാഗ്മയ ചിത്രം അവര് വരച്ചു കാണിക്കും ജനങ്ങൾ. അത് കേൾക്കുമ്പോ അത് ഭയങ്കരമായ സംഭവമൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അത് വെറും സ്വപ്നങ്ങളായിരിക്കും. യാതൊരു പ്രായോഗികതയും ഇല്ലാത്ത, ഒരു നിലക്കും ജനങ്ങൾക്ക് പ്രായോഗികമായി ഉപകരിക്കുന്നതായിക്കൊള്ളണം എന്നില്ലാത്ത വിധത്തിലുള്ള ആശയങ്ങൾ. എത്രയോ കവികളുടെ വരികൾ നമുക്ക് അതിന്റെ ഒരു ഫാക്ട് ചെക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു വസ്തുതാപരമായ പരിശോധന നടത്തിയാൽ വെറും പൊള്ളയായ ആശയങ്ങളാണ് എന്ന് കാണാൻ കഴിയും. വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആദ്യത്തെ കേൾവിയിൽ തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇത് വെറും പൊള്ളയായ വർത്തമാനം മാത്രമാണ് എന്ന് മനസ്സിലാവും. കാരണം അതിന് യാതൊരു പ്രായോഗികതയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സത്യവുമായി നേരിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു നിമിഷ നേരത്തേക്ക് നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അതിനുണ്ടാവും. കുറച്ചു നേരം നമ്മൾ അതിൽ ഉടക്കി കിടക്കാൻ അത് കാരണമായി എന്ന് വരും. അപ്പോ ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകളെ കുറിച്ച് പറയുന്ന കാര്യം അതാണ്. ബൽ ഖാലു അൽഗാസു അഹ്ലാം. ഇത് വെറും പാഴ്സ്വപ്നങ്ങൾ മാത്രമാണ്. പൂർവിക കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ കവികള് അവർക്ക് പോലും വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ലാത്ത വിധത്തിൽ പറഞ്ഞു വെച്ച അടിസ്ഥാനരഹിതമായ, പ്രായോഗികതയില്ലാത്ത, സ്വപ്നതുല്യമായ ആശയങ്ങൾ. അത് മാത്രമാണിത് എന്നാണ് അവർ പറഞ്ഞത്. ബലിഫ്തറാഹു. ഇനി അതല്ല, ഇത് പാഴ്സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞത് ഒരു വീർപ്പിന് അങ്ങനെ പറഞ്ഞതാണ്. മറ്റൊരു സന്ദർഭത്തിൽ അവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് ഇയാള് ചമച്ചുണ്ടാക്കിയതാണ്, ഇയാള് ഫോർജ് ചെയ്തുണ്ടാക്കിയ ഒരു കാവ്യം, സ്വന്തം നിലക്ക് തന്നെ ഇയാള് രചിച്ചുണ്ടാക്കിയിട്ടുള്ള, അതിന് പല സ്രോതസ്സുകളും ഇയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കാവ്യ സൃഷ്ടി മാത്രമാണിത്. ബലിഫ്തറാഹു. ഇതാണ് ഒരു സംസാരം. ബലിഫ്തറാഹു. അങ്ങനെ ഒന്ന്. പിന്നെ ഒരിക്കൽ അവർ പറയുന്നത് ബൽ ഷാഇറുൻ. ബൽ ഷാഇറുൻ. അങ്ങനെയല്ല, അയാൾ ഒരു കവിയാണ്. അപ്പൊ ഇത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാരോപണം ഉന്നയിച്ച് അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല ഇവർ ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അത്രയും വലിയ ഒരു വിസ്മയമായിട്ട് അവർക്ക് തന്നെ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. മുഹമ്മദ് സ്വന്തം നിലക്ക് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാല് അവര് ആകെപ്പെടും. കാരണം 40 വയസ്സുവരെ ഇങ്ങനെ യാതൊരു ലക്ഷണവും കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാള് പെട്ടെന്ന് അറബികൾക്കോ അനറബികൾക്കോ പോലും പരിചയമില്ലാത്ത അത്രയും മഹത്തരമായ വരികളുടെ രചയിതാവായി എന്ന് കാണുമ്പോ അത് നമ്മൾ പറഞ്ഞത് തീരെ ശരിയായില്ലല്ലോ എന്ന് അവർക്ക് തന്നെ തോന്നും. കാരണം ഇത്രയും ഗംഭീരമായ, ഒരാൾക്കും കിടപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ വരികള് അക്ഷരാഭ്യാസം ഇല്ലാത്ത 40 വയസ്സുവരെ ഒരു വരി പോലും ചൊല്ലി പറഞ്ഞിട്ടില്ലാത്ത ഒരാള് ഇങ്ങനെയുള്ള മഹാകാവ്യങ്ങള് ഉണ്ടാക്കി കൊണ്ടുവരികയോ എന്നൊരു ചോദ്യം വരുമ്പോ അവര് ആ ആരോപണം ഉന്നയിച്ച ആളുകൾ പതറിപ്പോകും. അതാണ് അവരുടെ ഒരു പ്രശ്നം. പിന്നീട് അവരത് അൽഗാസു അഹ്ലാം എന്ന് പറഞ്ഞല്ലോ. അല്ല, ഇത് പൂർവികരായ പല കവികളും ഒക്കെ പറഞ്ഞിരുന്നത് പോലെയുള്ള ചില പാഴ്സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞു. പാഴ്സ്വപ്നങ്ങൾക്ക് ഇത്രയും വളരെ സമഗ്രമായ ഒരു ആശയ ഗാംഭീര്യം ഉണ്ടാവും. എന്താണ് ഇപ്പോ ഞങ്ങൾ പറയുന്നതിനെ കുറിച്ച്? എത്ര കൃത്യമായ, എത്ര ഗംഭീരമായ, സമഗ്രമായ ഒരു ജീവിത വീക്ഷണമാണ്
ഈ ആയാത്തുകളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതൊരു ഒരു ഒരു അടിസ്ഥാനരഹിതമായ ഒരു പാഴ്സ്വപ്നത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാഴ്സ്വപ്നമാണെന്ന് പറയുന്ന നമ്മള് വലിയ വിഡ്ഢിത്തല്ലേ ചെയ്യുന്നത് എന്ന് അവർക്ക് സ്വയം തോന്നുകയാണ് ഉടനെ തന്നെ. പിന്നീട് അവര് വീണ്ടും മാറുകയാണ്. ഇത് മുഹമ്മദ് ഒരു കവി തന്നെയാണ്. വളരെ ധിഷണാശാലിയായ, സർഗാത്മകത തുളുമ്പി നിൽക്കുന്ന ഒരു കവിയാണ് മുഹമ്മദ് എന്നുള്ള ഒരു ആരോപണമാണ് പിന്നെ അവര് നടത്തുന്നത്. അപ്പോ അവർക്ക് ഖുർആനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന ആ അഭിപ്രായ പ്രകടനങ്ങള് അത് അതില് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ തന്നെ ജൽപ്പനങ്ങള് അബദ്ധമായി പോയി എന്ന് തോന്നിയിട്ട് അവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആയിട്ടങ്ങനെ അവരുടെ ആക്ഷേപങ്ങള് അല്ലെങ്കിൽ ആരോപണങ്ങള് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവരുടെ ഇത് സംബന്ധമായിട്ടുള്ള നിലപാട്. എന്നാൽ എന്നിട്ട് അവർ തുടർന്ന് പറയുന്നത് അപ്പൊ ഇയാള് പറയുന്നത് പോലെ ഇയാൾ ഒരു ദൂതനാണെങ്കിൽ, ഒരു ദൈവിക ദൂതനാണ് എങ്കിൽ പൂർവികരായ പ്രവാചകന്മാർ എന്തൊക്കെ ദിവ്യാത്ഭുതങ്ങളുമായിട്ടാണോ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെയുള്ളതൊക്കെ ഇയാളും കൊണ്ടുവരട്ടെ. അവസാനം പറയേണ്ടി വരുന്നത് അതാണ്. നേരത്തെ പറഞ്ഞ അലുഗാസ് അഹ്ലാം കുറച്ചു കഴിഞ്ഞപ്പോ അതിന്നിപ്പോ പിന്മാറേണ്ടി വന്നു. പിന്നെ ഇത് ഇയാൾ ചമച്ചുണ്ടാക്കിയതാണ്, ഇഫ്തിറ ആണ് എന്ന് പറഞ്ഞ ആളുകൾ കുറച്ചു കഴിഞ്ഞപ്പോ അത് പറയണ്ടായി. ഇയാള് ഷായർ ആണെന്ന് പറഞ്ഞ ആള് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അതും പറച്ചിൽ നിർത്തി. പിന്നെ വീണ്ടും വിഷയത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ എത്തുകയാണ്. മുഹമ്മദ് ക്ലെയിം ചെയ്യുന്നത് പ്രവാചകനാണെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ധാരാളം പ്രവാചകന്മാര് ഭൂമുഖത്ത് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ വലിയ അത്ഭുതങ്ങൾ ഭൂമുഖത്ത് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെയുള്ളതൊക്കെ ആയിട്ട് അയാൾ വരട്ടെ. ആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. പൂർവിക പ്രവാചകന്മാർ ഏത് വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണോ നിയോഗിച്ച് അയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെയുള്ളത് ഇയാൾ കൊണ്ടുവരട്ടെ. എന്നാൽ നമുക്ക് ആലോചിക്കാം ഇയാള് പ്രവാചകനാണോ അല്ലേ എന്ന കാര്യം. ഇതാണ് അവര് അവസാനം പറയേണ്ടി വരുന്നത്. അപ്പോ എത്രയാണ് ഓരോ ആരോപണത്തിന്റെ ആയുസ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യൊരു ആരോപണം ഉന്നയിച്ചു, അത് അവർക്ക് തന്നെ ശരിയായില്ല എന്ന് തോന്നി. എന്നിട്ട് മറ്റൊരു ആരോപണമായിട്ട് വന്നു, അതും ശരിയായില്ല എന്ന് തോന്നി. 3-4 ആരോപണങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് നടത്തിയതിന് ശേഷം വീണ്ടും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ട എന്താണോ അതിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് പറയേണ്ടി വരികയാണ്. എന്ത്? നേരത്തെ അയക്കപ്പെട്ട ദൂതന്മാരോടൊപ്പം കൊടുത്തയക്കപ്പെട്ട ആയാത്തുകൾ ഉണ്ടല്ലോ, അതുപോലെയുള്ളതൊക്കെ ഇയാൾ കൊണ്ടുവരട്ടെ, ദിവ്യാത്ഭുതം കൊണ്ടുവരട്ടെ. അപ്പോ ആലോചിക്കാം എന്നതാണ് അവരുടെ പ്രതികരണം. എന്നാൽ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്റ. അപ്പോ മാ ആമനത് ഖബ്ലഹും മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ. മാ ആമനത് ഖബ്ലഹും, ഇവർക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങള്, മിൻ ഖറിയത്തിൻ, പല നാടുകളിലുമായിട്ടുണ്ടായിരുന്ന സമൂഹങ്ങൾ, അവര് അഹ്ലക്നാഹ, നാം അവരെ നശിപ്പിച്ചതാണ്. അവര് എന്താണ് അവരുടെ അവസ്ഥ ഉണ്ടായിരുന്നത്? മാ ആമനത്ത്, അവര് വിശ്വസിക്കുകയുണ്ടായിട്ടില്ല. പിന്നിട്ട പല കാലങ്ങളിലും പല നാടുകളിലുമായിട്ട് വന്ന പ്രവാചകന്മാര് നിങ്ങൾ ഈ പറയുന്ന വിധത്തിലുള്ള ദിവ്യാത്ഭുതങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നാടുകളെ നാം നശിപ്പിച്ചതാണ്. കാരണം എന്താ? മാ ആമനത്ത്, അവര് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്നത് തന്നെയാണ് കാരണം. അപ്പോ നേരത്തെ വന്ന പ്രവാചകന്മാര് ദിവ്യാത്ഭുതങ്ങൾ കാണിക്കാഞ്ഞിട്ടല്ല, അവര് ദിവ്യാത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്, ആയാത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ജനസമൂഹങ്ങൾ വിശ്വസിക്കാതിരിക്കുകയായിരുന്നു. നാം അവരെ അതിന്റെ കാരണത്താൽ നശിപ്പിക്കുകയുമായിരുന്നു. ഇതാണ് അള്ളാഹു പറയുന്ന ഒരു കാര്യം. മാ ആമനത്ത് ഖബ്ലഹു, ഇപ്പൊ ഇവര് പറയുന്നത് പൂർവിക പ്രവാചകന്മാര് കൊണ്ടുവന്നത് പോലെയുള്ള ദൃഷ്ടാന്തങ്ങള് മുഹമ്മദ് കൊണ്ടുവരട്ടെ, നമുക്ക് അപ്പോ ആലോചിക്കാം എന്നൊക്കെയാണല്ലോ. അപ്പൊ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്
മാ ആമനത്ത് ഖബ്ലഹും മിൻ ഖറിയത്തിൻ, ഇവർക്ക് മുമ്പുള്ള നാടുകളിലെ സമൂഹങ്ങൾ വിശ്വസിക്കുകയുണ്ടായിട്ടില്ല. അഹ്ലക്നാഹ, നാം അവയെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അഫഹും യുഅ്മിനൂൻ, എന്നിട്ട് ഇവര് വിശ്വസിക്കാൻ പോകുന്നു എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ വലുതുമൊക്കെയായ പല ദൃഷ്ടാന്തങ്ങളും നേരത്തെ പല സമൂഹങ്ങൾക്കും അവതരിപ്പിച്ചതാണ്. ദൂതന്മാര് അത്തരം ആയാത്തുകളുമായി അവരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ദിവ്യാത്ഭുതങ്ങൾ കൊണ്ട് അവര് ജനങ്ങളെ വിസ്മയിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവര് വിശ്വസിക്കാൻ കൂട്ടാക്കിയോ? എത്രയോ സമൂഹങ്ങളെ നിങ്ങൾക്ക് കാണാം. നാം അവരെ നശിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടതിന് ശേഷവും അവര് വിശ്വസിക്കാതിരുന്നു എന്നതിനാൽ. എന്നിട്ട് ഇവരുടെ കാര്യം അഫഹും യുഅ്മിനൂൻ, എന്നിട്ടാണോ ഇവര് വിശ്വസിക്കാൻ പോകുന്നത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യം. ദൈവിക ദൃഷ്ടാന്തങ്ങൾ, ദിവ്യാത്ഭുതങ്ങൾ പ്രവാചകന്മാർ കാണിച്ചത് ഓരോ കാലഘട്ടത്തിനും യോജിച്ച വിധത്തിലുള്ള ദിവ്യാത്ഭുതങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ദൈവിക ദൂതനാണ് എന്നത് ബോധ്യപ്പെടാൻ മതിയായ തെളിവുകളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളായിരുന്നു അതൊക്കെ തന്നെ. എന്നാൽ ആ സമൂഹങ്ങള് അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടപ്പോഴും സത്യനിഷേധത്തില് നിലക്കൊള്ളുകയും ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടാണോ ഈ കാലഘട്ടത്തില് നിങ്ങളെ ഏറ്റവുമേറെ വിസ്മയിപ്പിക്കുന്ന ദൈവിക ദൃഷ്ടാന്തമായിട്ട് ഏറ്റവും മഹോന്നതമായ ഒരു സൃഷ്ടി അള്ളാഹു അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ മുഖേന. എന്നിട്ട് അവർക്ക് അതില് വിശ്വാസം വരുന്നില്ല എങ്കിൽ പൂർവിക സമൂഹങ്ങളിലെ പ്രവാചകന്മാർ കൊണ്ടുവന്നത് പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് ഇവർ വിശ്വസിക്കുമോ? വടി നിലത്തിട്ടാൽ പാമ്പാവുന്ന ഒരു കാര്യം മക്കയിലെ ആളുകൾക്ക് കാണിക്കപ്പെട്ടാൽ അവര് വിശ്വാസികളായി മാറുമോ? കക്ഷത്ത് കൈവച്ചെടുത്തത് കണ്ടാൽ തിളക്കമുള്ളതായി അവർക്ക് കാണാൻ കഴിഞ്ഞാൽ അവര് വിശ്വാസമുള്ളവരായി മാറും. പഴയ കാലത്ത് ആ സമൂഹങ്ങള് അത് കണ്ട് വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടാണോ ഇവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഏറ്റവും ഉചിതമായ അവരുടെ നാഗരികവും ബുദ്ധിപരവും ദൈക്ഷണികവും ശാസ്ത്രീയവും ഒക്കെ ആയിട്ടുള്ള വളർച്ച പരിഗണിച്ചുകൊണ്ടുള്ള ഏറ്റവും ഔന്നത്യമുള്ള ദൃഷ്ടാന്തമാണ് ഈ കിതാബ്. അതാണ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അല്ലെങ്കിൽ ആ സമൂഹം അന്ത്യനാൾ വരെയുള്ള സമൂഹത്തിന് എന്നും വെല്ലുവിളിയായി നിലകൊള്ളുന്ന, ഒരിക്കലും തന്നെ അവർക്ക് മടുപ്പുളവാക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്ത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതോ അല്ലാത്ത വിധത്തിലുള്ള ഒരു കിതാബാണ് അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ദൃഷ്ടാന്തം ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനില്ല. അങ്ങനെ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ട് ഇവർക്ക് ബോധ്യം വരുന്നില്ല. എന്നിട്ട് അവർ ചോദിക്കുന്നത് മരണക്കാരുടെ ജാലവിദ്യക്കാരുടെ തരത്തിലുള്ള, അവര് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള, അതിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നേരത്തെ കാണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തതൊക്കെ നമുക്കും കാണിച്ചു തരണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെ വിശ്വസിക്കുന്നു? ഇവർക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് അത് ഏറ്റവും ആപ്റ്റായിരുന്നു, ഏറ്റവും യോജിച്ചതായിരുന്നു. എന്നിട്ട് ആ കാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടാണോ ഇപ്പോ ഇത് സംഭവിക്കുന്നത്? ഇപ്പോ കക്ഷത്ത് കൈവച്ച് പുറത്തെടുക്കുമ്പോൾ അത് തിളക്കമുള്ളതായി മാറുന്നു എന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ദൃഷ്ടാന്തമായി കാണിക്കപ്പെട്ടു എന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു LED ബൾബിന്റെ പ്രാധാന്യം പോലും ആളുകൾക്ക് അതിൽ കാണാൻ പറ്റൂല. അപ്പൊ ഈ കാലഘട്ടത്തിന് യോജിച്ചതായിരുന്നില്ല അത്തരം ദൃഷ്ടാന്തങ്ങളൊന്നും തന്നെ എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ ആളുകൾ അത് കണ്ടുകൊണ്ട് അത് ദൈവിക ദൃഷ്ടാന്തമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കാൻ സന്നദ്ധരാവും എന്നാണോ ഇവർ കരുതുന്നത് എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോ അഫഹും യുഅ്മിനൂൻ,
എന്നിട്ടാണോ ഇവർ വിശ്വസിക്കാൻ പോകുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന വിഷയം. ബുദ്ധിപരമായി ദൈക്ഷണികമായി കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് പ്രപഞ്ചനാഥൻ എന്നൊരാശയം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രപഞ്ച സംവിധാനത്തിൽ അതിനുള്ള തെളിവുകൾ, പിൻബലമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി റബ്ബിനെ അംഗീകരിക്കുന്നവരായി മാറുക എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അവിടുന്ന് ഇങ്ങോട്ടുമൊക്കെ ഏറ്റവും ഏറെ സാധ്യതയുള്ള സംഗതി. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് സന്നദ്ധരാവാതെ അവര് ഇത്തരം മുടന്തൻ ന്യായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പൂർവിക പ്രവാചകന്മാര് കൊണ്ടുവന്നത് പോലെയുള്ളത് കൊണ്ടുവരട്ടെ എന്നിവർ പറയുന്നത് മറ്റുള്ളതൊന്നും പറഞ്ഞിട്ട് ഫലം ചെയ്യാതായത് കൊണ്ട് മാത്രമാണ്. ഇയാൾ ചമച്ചുണ്ടാക്കി കൊണ്ടുവന്നവനാണ്, മരണക്കാരനാണ്, കവിയാണ്, പാഴ്സ്വപ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞത് അവർക്ക് തന്നെ വലിയ കുറച്ചിലായി മാറിയപ്പോ അവര് ഗതികെട്ടുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണിത്. അവര് വിശ്വസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതേ അല്ല എന്നതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറുദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.